ഹലോ ഫ്രണ്ട്സ്, അകലി ലേറ്റസ്റ്റ് റിവ്യൂ. അംബിക നന്ദനയോട് പറയുക, ഏതോ നോർത്ത് ഇന്ത്യൻസുകാരാണെന്ന് തോന്നുന്നു വീട് വാങ്ങിയത്. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? പരിപ്പും സവാളയും ഉരുളക്കിഴങ്ങും ഒക്കെ വേകുന്നൊരു മണം. നന്ദന ചോദിക്കുക, അതെന്താ മലയാളികൾക്ക് പരിപ്പ് ഉരുളക്കിഴങ്ങും ഒന്നും ഇറങ്ങത്തില്ലയോ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ആ വീട്ടുപടിക്കലോട്ട് കാല് വെക്കുകയും നിക്കവിടെ എന്നും പറഞ്ഞൊരു അലർച്ച. നോക്കുമ്പോഴാരാ, നമ്മുടെ രാധമ്മ. പോരാത്തിന് കൂടെ പ്രിയയും. ദൈവമേ, പുറകിന് താണ്ട ഓരോരുത്തരായി വരുന്നു. നല്ല റിച്ച് ലുക്കിൽ താണ്ട വരുന്നു നമ്മുടെ ജയനും വേണുവേട്ടനും. അംബികയ്ക്കും നന്ദനയ്ക്കും തല ചുറ്റുന്ന പോലായി രണ്ടുപേരും ഇങ്ങനെ അതിശയത്തോടെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കുക. നമ്മുടെ വേണുവേട്ടൻ അവരെ കണ്ടോണ്ട് പറയാം, കയറി വന്നോളൂ. ഞങ്ങളാരും വീട്ടിൽ കയറി വരുന്നവരെ ആട്ടി ഓടിക്കാറില്ല. വേണുവേട്ടൻ്റെ ആ ലുക്ക് കണ്ടിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. നല്ല കൂടിയ ഗ്ലാസും നല്ല ജുബ, കഴുത്തിൽ നല്ല മാല, അങ്ങനെ ആകെ ഒരു വലിയ റിച്ച് മാനായിട്ടാണ് നമ്മുടെ വേണുവേട്ടൻ നിൽക്കുന്നത്. എന്തൊക്കെയായിരുന്നു ഇവളുമാര് വേണുവേട്ടനെ പറഞ്ഞിരുന്നത്? കൾച്ചറില്ലാത്ത ദാരിദ്ര്യം പിടിച്ച കുടുംബം, തെണ്ടിപ്പട്ടികള്, അങ്ങനെ അവളുമാരുടെ കൾച്ചർ അനുസരിച്ച് എന്തൊക്കെ പറയാവോ അതൊക്കെ പറഞ്ഞിരുന്നു. മടിച്ചു നിൽക്കുന്ന നന്ദനെയും അംബികയെ നോക്കിയിട്ട് വീണ്ടും വേണുവേട്ടൻ പറയാ, വീട്ടിൽ വരുന്നവരെ ആക്ഷേപിച്ചു വിടുന്ന അത്തരം കൾച്ചറില്ലാത്ത സ്വഭാവമുള്ളവരല്ല ഞങ്ങൾ. നിങ്ങൾ പേടിക്കണ്ട, അകത്തോട്ട് കയറി വാ. അങ്ങനെ രണ്ടുപേരും തീയിൽ ചവിട്ടിയതുപോലെ അകത്തോട്ട് കയറി വരിക. നാണിച്ചും പേടിച്ചും നിൽക്കുന്ന അംബികയും നന്ദനയും കണ്ടിട്ട് നമ്മുടെ രാധമ്മ പറയുക, പേടിക്കണ്ട അംബിയെ, ഈ വീട് ഫിനാമിയെ വെച്ച് ദാണ്ട് ഇവിടെ കയ്യിൽ നിന്ന് എൻ്റെ മോൻ രാജുവാണ് മേടിച്ചത്. നല്ല ഗാംഭീര്യവും നല്ല ദൃഢതയോടെ നല്ല പ്രൗഢിയോടെ നമ്മുടെ രാധമ്മ ഞെളിഞ്ഞു നിന്ന് പറയുക, ഇതിപ്പോൾ ഞങ്ങളുടെ വീടാ. പ്രിയ പറയാ, ജേട്ടാ രാജു ആരാണെന്ന് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. പെട്ടെന്ന് മേഡം എന്ന് ഇത്രേ പറഞ്ഞല്ലോ. പ്രിയ, മേഡോ? അയ്യോ സോറി, അംബിക ചേച്ചി. ഇടി പ്രിയ, ആ വെളുത്ത കുഞ്ഞിന്റെ പേരെന്താ? അവള് നന്ദന. ആ, പേരൊക്കെ കൊള്ളാം. പിന്നെ രാജു ആരാണെന്നല്ലേ? വെറും രാജു അല്ല, RVM, രാജു വേണുഗോപാൽ മഠത്തിൽ, പ്രമുഖ ബിസിനസ്മാൻ എന്നിങ്ങനെ പറയുന്നല്ല ചെത്ത് മോഡൽ നമ്മുടെ രാജു. പണ്ട് പ്രതാപൻ മുകളിൽ നിന്ന് ഗമയിൽ ഇറങ്ങി വരത്തില്ലേ, അതേ ലുക്കിൽ നമ്മുടെ രാജു മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. രാജുവിന്റെ ആ ഗെറ്റപ്പൊക്കെ കണ്ടപ്പോഴേ നന്ദനയ്ക്കും അംബികയ്ക്കും കിളി പോയതുപോലെ ഇങ്ങനെ നിൽക്കുക. രാജു അങ്ങനെ പതുക്കെ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ രാധമ്മ പറയാ, RVM, രാജു വേണുഗോപാൽ മഠത്തിൽ. വേണുവേട്ടൻ പറയാ, ബിസിനസ് സാമ്രാജ്യത്തിൽ എൻ്റെ മകൻ അറിയപ്പെടുന്ന എന്താണെന്നറിയാവോ? RVM. അംബികയെ നോക്കി ജയൻ പറയാ, ഇപ്പോഴെൻ്റെ അളിയൻ ആരാണെന്നറിയാവോ? കോടീശ്വരൻ. ശ്വാസം വിടാൻ പോലും മറന്ന് രണ്ടും ഇങ്ങനെ നിൽക്കുക. പ്രിയ ചോദിക്കുക, ഇതെന്ത് പറ്റി? പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ രണ്ടും ഇങ്ങനെ നിൽക്കുന്നത്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും 10,000 നാവുകൾ വീതമായിരുന്നല്ലോ, അതിങ്ങോട്ട് വേഗം എടുത്തിട്ട് അലക്ക്. രാജു നന്ദനെ നോക്കി ചോദിക്കുന്നു, എന്താടി പുതിയ അഭീത കഥകളൊന്നും ഇല്ലേ നിനക്ക് എനിക്കെതിരെ പ്രയോഗിക്കാൻ? നീ കുറെ കാലം മുമ്പ് പറഞ്ഞതല്ലേ എൻ്റെ ആങ്ങളെ നിന്നെ പീഡിപ്പിക്കാൻ വന്നെന്ന്. ഏതായാലും നീ ഇവിടം വരെ വന്നതല്ലേ, ഇനി അതിന്റെ ഒരു വിശദീകരണം തന്നിട്ട് പോടി. ആണിച്ച് വിറച്ച് ചമ്മി നിൽക്കുന്ന നന്ദനെ നോക്കി ചോദിക്കുന്നു, എടി നിന്റെ ചെവിക്കുറ്റിക്കിട്ട് 2 പൊട്ടിക്കെട്ടടി ഞാൻ. വേണുവേട്ടൻ ഉടനെ പറയാം, പ്രിയേ വേണ്ട, അതിഥികളെ സൽക്കരിക്കുന്നത് ഭക്ഷണം കൊടുത്തും മാന്യമായ പെരുമാറ്റവും കൊണ്ടാ. രാധമ്മയ്ക്കൊരു സംശയം, വേണുവേട്ട എന്നിട്ട് ഇവര് നമ്മളെ അങ്ങനെയാണോ അന്ന് സൽക്കരിച്ചത്? ജയൻ പ്രിയയുടെ ആ നിപ്പ് കണ്ടിട്ട് പറയാം, എടി പ്രിയെ, നിനക്ക് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തിട്ട് വേണ്ട, വെളിയിലോട്ട് ഇറക്കിയിട്ടിട്ട് പൊട്ടിച്ചാൽ മതി. നിനക്ക് വേണ്ടി ഞാൻ കൊട്ടേഷൻ സ്ത്രീകളെ ഏർപ്പാടാക്കിയാലോ? അളിയ, അവളോടൊന്ന് ചോദിക്കളിയ കാര്യങ്ങൾ. ഉടനെ രാജു, എടി നിന്നെ ഞാനാണോടി അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഒന്നും മിണ്ടാനാകാതെ ഇങ്ങനെ ഞെളിയുവാണ് നന്ദന. പറയടി എന്നും പറഞ്ഞ് പ്രിയ ഒരു തട്ട്. രാജു വീണ്ടും ദേഷ്യത്തോടെ ചോദിക്കുക, പറയടി, നിന്നെ ഞാനാണോ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്ന്? ഞാൻ നിന്റെ കാമുകനായിരുന്നോ? ഒന്നും മിണ്ടാ നിൽക്കുക. പ്രിയ പറ, എടി ചോദിച്ചത് കേട്ടില്ലേ, പറയടി അങ്ങോട്ട്. നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുവടി. ജയൻ നന്ദനെ നോക്കി പറയാം, യോ കുഞ്ഞിവാവേ, ഇവക്കേ എൻ്റെ ഭാര്യയ്ക്ക് SI സെലക്ഷൻ കിട്ടിയതാ. ഞാനാ അവളെ ആ ജോലിക്ക് വിടാത്തത്. ഇനി ഞാനെങ്ങാനും തല്ലി മേടിക്കുമോന്ന് പേടിച്ചിട്ടാ. അതുകൊണ്ട് സത്യം നല്ല മണിയായിട്ട് മുത്ത് പൊഴിയുന്ന പോലെ അങ്ങോട്ട് പറഞ്ഞോട്ടെ. അല്ലെങ്കിൽ അംബിക ചേച്ചിയുടെ കുഞ്ഞുവാവ ശരിക്കും അടി മേടിക്കുവേ. ഒട്ടും സമയം കളയാനില്ല, വേഗം പറഞ്ഞു. എന്താടി നോക്കി നിൽക്കുന്നേ? പറയടി, എൻ്റെ ആങ്ങളെ നിന്നെ പ്രേമിച്ചിരുന്നോ? അംബിക ഇങ്ങനെ വെപ്രാളം പിടിച്ച് നിൽക്കുക. ദൈവമേ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഉടനെ നന്ദന പറയാം, ഇല്ല, ഒരിക്കലും ഇല്ല. ഇവളെന്ന് പറഞ്ഞത് കള്ളമായിരുന്നോ എന്നിങ്ങനെ അംബിക ഇങ്ങനെ ഞെട്ടി നോക്കുക. ഉടനെ രാധമ്മ, പിന്നെ നീ എന്തിനാടി അന്ന് എൻ്റെ മകനെക്കുറിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കിയത്? എടി പറയാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞ് നമ്മുടെ രാധമ്മ അലറുവാണ്. അത് ഈ അമ്മ പറഞ്ഞിട്ടാ. അംബികയെ അപ്പോഴാണ് നന്ദനയുടെ കള്ളത്തരം മനസ്സിലാക്കിയത്.
എടി ഞാനോ? അപ്പൊ നീ എനിക്കിട്ടും വെച്ചോ? അത് കേട്ടിട്ട് നമ്മുടെ വേണുവേട്ടൻ പറയാം, ആര് പറഞ്ഞിട്ടാണെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാവോ? ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പാവത്താനെ പോലെ നന്ദനെ പറയാ, തെറ്റായിപ്പോയി, നിങ്ങളുടെ കുടുംബം കലക്കാൻ അതേ മാർഗമുള്ളെന്ന് അമ്മ പറഞ്ഞപ്പോൾ അന്നങ്ങനെ അറിയാതെ പറ്റിപ്പോയതാ. എന്നിട്ട് എന്തായടി? ആരുടെ കുടുംബവാടി ഇപ്പൊ കലങ്ങിയത്? രാജു ചോദിക്കുക. രാധമ്മ പറയാം, ഇങ്ങോട്ട് നോക്ക്, ഞങ്ങളുടെ കുടുംബം ഒന്നും കലങ്ങിയിട്ടില്ല, ദാണ്ട കണ്ടോ, ഞങ്ങളെല്ലാരും ഒറ്റക്കെട്ട. രാധമ്മ ഒരു പരിഹാസത്തോടെ പറയാം, നായി നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കൂ. ഉടനെ അത് ഏറ്റുപിടിച്ചിട്ട് നമ്മുടെ പ്രിയ പറയാ, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാലും അത് ചേറ്റിലേ കിടക്കും. അംബികയ്ക്ക് പറഞ്ഞത് വല്ല ഓർമ്മയുണ്ടോ? ഇതൊക്കെയാണ് അംബിക ഞങ്ങളെ കളിയാക്കാൻ പറഞ്ഞ വാക്കുകളാ. ഒരു ഉളുപ്പുമില്ലാതെ നമ്മുടെ അംബിക പറയാ, അയ്യോ രാധമ്മേ, അതൊക്കെ അന്നല്ലേ, ഇപ്പൊ ഇത് എത്ര വർഷമായി? നീ എന്താ വിളിച്ചേ? രാധമ്മയോ? രാധമ്മയല്ല, മേഡം. നീ എന്നെ അങ്ങനെ വേണം വിളിക്കാൻ. അങ്ങനെ വിളിക്കാവൂ. ഞങ്ങളൊക്കെ തെണ്ടികളാണ്, നിങ്ങളൊക്കെ സമ്പന്നര്. ഈ തെണ്ടി നടക്കുന്നവരെയാണ് തെണ്ടികളെന്ന് വിളിക്കുന്നത്. ഇപ്പൊ ആരാ തെണ്ടികളായത്? അംബികയുടെ ആ നിപ്പ് കണ്ടിട്ട് നമ്മുടെ വേണുവേട്ടൻ പറയാ, കാശുള്ളവർക്കേ സംസ്കാരമുള്ളു, കാശില്ലാത്തവർക്ക് അതൊന്നും ഇല്ലെന്നാണ് ദാണ്ട് ഈ നിൽക്കുന്ന സ്ത്രീ അന്ന് പറഞ്ഞത്. രണ്ടിന്റെ ആ നിൽപ്പ് കണ്ടിട്ട് പ്രിയ ചോദിക്കുന്നു, അല്ല എന്തു പറ്റി? രണ്ടും വിയർക്കുന്നുണ്ടല്ലോ. അംബിക ഉടനെ പറയോ, എനിക്ക് കുറച്ച് വെള്ളം തരുമോ? വേണുവേട്ടൻ ഉടനെ ടേബിളിലിരിക്കുന്ന ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് പ്രിയയുടെ കൈ കൊടുത്തിട്ട് പറയുന്നു, ഇത് അവർക്ക് കൊടുക്കുമോളെ, അവർ കുടിക്കട്ടെ. അംബിക ചേച്ചി, എല്ലാ വെള്ളവും കുടിച്ചു തീർക്കല്ലേ, ഒന്നും അറിയാത്ത ആ അമേരിക്കയിൽ നിന്ന് വന്ന കൊച്ചിനോടെ കുറച്ച് കൊടുക്കണേ. ജയൻ അങ്ങനെ പറയുമ്പോൾ നന്ദന ആ വെള്ളം മേടിച്ച് കുടിക്കുന്നുണ്ട്. ആ കീരി കുടിക്കുന്ന പോലെ അങ്ങോട്ട് കുടിച്ചോ. അംബികേ, ഞങ്ങളെ നാണം കെടുത്താൻ നീയും നിന്റെ മകനും ഈ മരുമകളും ചേർന്ന് നടത്തിയ ഗൂഢാലോചനകൾ എന്തൊക്കെയായിരുന്നു? അയ്യോ മേഡം, അംബിക പറയുക. അമ്മയ്ക്കറിയാവോ, ഞാൻ അവിടെ ചെന്ന കാലം മുതൽ ഇവർ തുടങ്ങിയതാ എന്നെ ഇല്ലാതാക്കാനുള്ള കളികൾ. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ദാണ്ട് അവരിപ്പോഴാമേ കാണുന്നത്. വേണുവേട്ടനുടനെ നമ്മുടെ പൂന്താനത്തിൻ്റെ ശ്ലോകം അങ്ങോട്ട് പാടുവാണ്. 2 നാളു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ആ നാണം കെട്ട അംബിക ഉടനെ ചോദിക്കുക, അയ്യോ ഇത് ജ്ഞാനപ്പാനയിലുള്ളതല്ലേ? അത് നമ്മുടെ പ്രിയോട് അല്ല, പള്ളിപ്പാനയിലുള്ളത്. ലോഹ്യൊന്നും കൂടാനുള്ള വേല വേണ്ട എൻ്റെ പ്രിയെ, അവരൊരു ലോഹ്യം പറഞ്ഞതല്ലേ ഈ കിങ്ങനെ മണി വർത്തമാനം. നീ അതൊക്കെ അങ്ങ് വിട്ടേക്ക്. അന്ന് നിങ്ങളുടെ പിറന്നാൾ ആഘോഷത്തിന് അപമാനിതരായി ഞങ്ങൾ പുറത്തോട്ടിറങ്ങുമ്പോൾ ഞാൻ അന്നൊരു വാക്കു പറഞ്ഞിരുന്നു, കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോകില്ലെന്ന്. രാജു പറയാ, എൻ്റെ അച്ഛൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇപ്പം നടക്കുന്ന ഈ സിറ്റുവേഷൻസ് ഒന്നും ഞങ്ങൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതല്ല, ദൈവമായിട്ടുണ്ടാക്കി തന്നതാണെന്ന്. നിങ്ങളെ ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിർത്തേണ്ടതേ ദൈവത്തിന്റെ ആവശ്യമായിരുന്നു. അന്ന് അമ്മയും മകനും മരുമകളും കൂടി എന്തൊക്കെയാ അവിടെ കാട്ടിക്കൂട്ടിയത്, അത് വല്ലതും ഓർമ്മയുണ്ടോ? അന്ന് അവിടെ നടന്ന ആ സംഭവം എല്ലാവരും ഇങ്ങനെ ഓർക്കുവാണ്. അംബിക കാലേ കിടന്ന ചെരുപ്പൂരി രാജുവിനെ അടിക്കാനോങ്ങിയതും ആ ചെരുപ്പ് രാജുവിൻ്റെ കൈകൊണ്ട് പ്രതാപന്റെ ദേഹത്ത് പോയി വീണതും ആ സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഓർക്കുവാണ്. ഋതികയെ മുൾമുനയിൽ നിർത്തി, നിനക്ക് രാജുവിനെ വേണോ അതോ നിന്റെ അച്ഛനെ വേണോ? അച്ഛനെ മതി, രാജുവിനെ വേണ്ട എന്ന് ഋതികയെ കൊണ്ട് പറയിപ്പിച്ചു. താൻ പ്രാണന് തുല്യം സ്നേഹിച്ച തൻ്റെ പ്രാണസഖി തന്നെ വേണ്ടാന്ന് പറഞ്ഞു. അപമാനഭാരം എല്ലാം ചുമന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സകലതും നഷ്ടപ്പെട്ടവനെ പോലെ രാജു എന്ന അച്ഛൻ്റെയും അമ്മയുടെയും പെങ്ങളോടൊപ്പം ആ വീട്ടിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങിപ്പോയ ആ ഒരു രംഗം. പെങ്ങളാണ് സർവ്വതും, പെങ്ങള് പറയുന്നതിനപ്പുറമില്ല, പെങ്ങളാണ് ദൈവവും അമ്മയും എല്ലാം എന്ന് മാനിച്ചിരുന്ന പ്രതാപൻ കുത്തുകല്ല് പോലെ പ്രതാപനെ ദൈവമായി കണ്ട് പ്രതാപനോടൊപ്പം ഇത്രയും നാളും ജീവിച്ച രാജുവിനെ ഇറങ്ങിപ്പോകുമ്പോൾ പോകാതെടാ ഇവിടെ നിൽക്കി എന്ന് പറയാൻ പോലും മനസ്സില്ലാതെ കുത്തുകല്ല് പോലെ നിൽക്കുമായിരുന്നു അന്ന് പ്രതാപൻ. അംബികയ്ക്ക് എന്ത് പറയണമെന്നറിയാം, അതൊക്കെ അന്ന് ഇത്ര മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. ഉടനെ നന്ദന, ക്ഷമിക്കണം. രാജു പറയാം, ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും അപമാനമാടി നീ. ഒരു പുരുഷനെ കുറിച്ച് ഇല്ലാത്ത ആരോപണം എല്ലാവരുടെയും മുഖത്ത് നോക്കി പറഞ്ഞവളാ നീ. ചെയ്തിട്ടില്ലാത്ത കുറ്റം ഒരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അയാൾക്കുണ്ടാവുന്ന മാനസിക വേദന എന്താണെന്ന് നിനക്ക് അറിയാവോടി? നീ നോക്കിക്കോ, ഇതൊക്കെ ഞാനും നിനക്കുണ്ടാക്കി തരും. ഒരു തെറ്റും ചെയ്യാതെ പാവമായി നടന്ന എന്നെ പിന്നാലെ നടന്ന് വേട്ടയാടിയ 2 സ്ത്രീകളാ നിങ്ങൾ. അന്ന് നാട് വിട്ട രാജു വേണുഗോപാലും കുടുംബവും ഇവിടെ വന്നതും ഈ ബംഗ്ലാവ് വിലയ്ക്ക് മേടിച്ചതും വ്യക്തമായ ചില ലക്ഷ്യങ്ങളോടെയാണ്. ആരോടും പക മനസ്സിൽ വെച്ച് സൂക്ഷിക്കുന്നവനല്ല ഈ രാജു വേണുഗോപാൽ. പക്ഷെ നിന്നോടും ദാണ്ട് ഈ നിൽക്കുന്ന സ്ത്രീയോടുമുള്ള എൻ്റെ പക എൻ്റെ മനസ്സിൽ കിടന്നങ്ങ് തിളയ്ക്കുക. വിടില്ല രണ്ടിനെയും ഞാൻ, ഒറ്റയടിക്ക് ഞാൻ കൊല്ലില്ല.
പതുക്കെ പതുക്കെ മുറിവേൽപ്പിച്ച് ഞാൻ കൊല്ലും. അമ്മേ, ഇവരെന്തിനാണോ വന്നതെന്ന് ചോദിച്ചിട്ട് പറഞ്ഞു വിട്. രാധമ്മ പറയാ, ഇതൊന്നും ഒറ്റയടിക്ക് തീരുന്നതല്ല, എന്നാലും തൽക്കാലം വിട്ടേക്കാം. നീ എന്തിനാ അംബികയെ വന്നത്? ഉടനെ പ്രിയ പറയാം, അമ്മേ, ഇവര് പഴയ ചാണകക്കച്ചവടം തുടങ്ങിക്കാണും, ചിലപ്പോഴേ അത് വേണോന്ന് ചോദിക്കാൻ വന്നതായിരിക്കും. അംബിക ഒരുമാതിരി പരുങ്ങി പതറി പറയാ, ഞാൻ കിടന്നിരുന്ന മുറിയിൽ എൻ്റെ സേഫിൻ്റെ മുകളിൽ. രാധമ്മ ദേഷ്യത്തോടെ, എന്താ പറഞ്ഞ? നിന്റെ സേഫിൻ്റെ മുകളിലോ? അയ്യോ അല്ല മേഡം, എൻ്റെതായിരുന്ന സേഫിൻ്റെ മുകളിൽ എൻ്റെ ഒരു ബാഗുണ്ട്, അതെടുക്കാൻ മറന്നുപോയി. അംബികയുടെ ആ പറച്ചിൽ കേട്ടിട്ട് വേണിവട്ടം പറയാം, എടി രാധമ്മേ, അതൊക്കെ ഒന്ന് വേഗം എടുത്തു കൊടുക്കടി, ഇവളൊക്കെ നിൽക്കുന്ന ഈ സ്ഥലം വരെ അങ്ങ് ദ്രവിച്ചു പോവും. പ്രിയ ആ ബാഗ് എടുക്കാനാണെന്ന് തോന്നുന്നു പോയത്. ഉടനെ നമ്മുടെ ജയൻ, അയ്യോ മക്കളുടെ പേരെന്തായിരുന്നെന്നാ പറഞ്ഞു? നന്ദന. പേരൊക്കെ കൊള്ളാം, പക്ഷെ മക്കളെ ഈ വേലയൊക്കെ പഠിപ്പിച്ചത് ആരാ? ഇത് ജന്മനാ കിട്ടിയതാണോ അതോ ഈ ട്രെയിനിങ് കോളേജിൽ നിന്ന് കിട്ടിയതാണോ? എന്തായാലും നീ ദാണ്ട് ഇവരെ പോലെ ചീട് പാരയൊന്നും അല്ല, നീ ഒരു മിസൈല്. പ്രിയ എങ്ങനെ ബാഗ് മുകളിൽ നിന്ന് എടുത്തോണ്ട് വരുന്നുണ്ട്. ആ ബാഗ് അംബികയുടെ മുന്നിലോട്ട് എറിഞ്ഞു കൊടുത്തിട്ട്, ദാ കിടക്കുന്ന നിങ്ങളുടെ ബാഗ്, എടുത്തോണ്ട് ഇവിടുന്ന് വേഗം പോകാൻ നോക്ക്. എന്തായാലും എൻ്റെ ആങ്ങളയുടെ മുഖത്ത് ചെളി വാരി എറിഞ്ഞതിന് ഒരു ചെറിയ പ്രതിഫലം തരാതെ വിടുന്നത് ശരിയല്ല. നന്ദനയുടെ അടുത്തോട്ട് ചെന്ന് അവിടെ ചെവിക്കുറ്റിക്ക് പടാന്നൊരടി പ്രിയ. അയ്യോന്നും പറഞ്ഞ എൻ്റെ കരണം പൊത്തിപ്പിടിച്ച് കരയുവാണ് നന്ദന. നമ്മുടെ രാധമ്മയുടെ വക അംബികയെ കിട്ടി. എടി, നിന്നോടുള്ള കടം കിടക്കുക, എന്തായാലും അതവിടെ കിടക്കട്ടെ. ഞാൻ നോക്കി നിൽക്കേ നീ അന്ന് എൻ്റെ മകൻ്റെ കരണത്തടിച്ചു, അതിനുള്ള ഫീസ് ഉണ്ടല്ലോ, അതൊരല്പം വൈകിപ്പോയി. സകല ദേഷ്യവും മനസ്സിൽ നിന്നെടുത്ത് താണ്ട നമ്മുടെ രാധമ്മ അംബികയുടെ ചെവിക്കുറ്റിക്ക് ഓരോറ്റടി. എന്തൊക്കെയാണോ, കിളിയാണോ, കാക്കയാണോ, പരുന്താന്നോ, എന്തൊക്കെയോ അംബികയുടെ ചെവിക്കകത്തൊന്ന് പറന്നുപോയി. ഇറങ്ങിപ്പോടി ഇവിടുന്ന്. രണ്ട് നാണം കെട്ട് തല കുനിഞ്ഞിറങ്ങി പോകുന്നുണ്ട്. പക്ഷെ അംബിക എന്തോന്ന് മനസ്സിൽ വെച്ച പോലെ തോന്നുന്നു. ശരീരം മുഴുവനും വിഷപ്പല്ല് നിറച്ച ഒരു വിഷജന്തുവാണല്ലോ അംബിക. എന്തോ ഒരു പ്രതികാരം ചെയ്യാനുള്ള നോട്ടമാണെന്നാ തോന്നുന്നത്. അംബിക പുറത്തോട്ട് വന്നിട്ട് നന്ദനയുടെ കൈക്ക് പിടിച്ച് വലിച്ചിട്ട്, ഡി, നീ എന്താടി കാണിച്ചത്? ആരാണോ ശത്രു അവരുടെ കൈ തന്നെ കൊണ്ടുപോയി തല വെച്ചു കൊടുത്തില്ലേടി? നീ ആ രാജുവിന് തന്നെ വീട് വിറ്റില്ലേടി? കണ്ടോ അവിടെ അഹങ്കാരത്തിന് മാറ്റം ഉണ്ടോ? ഇവള് ചെയ്ത തെറ്റുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു പശ്ചാത്താപം ഇവൾക്കുണ്ടോ? അയ്യോ അമ്മ, എനിക്കറിയില്ലായിരുന്നു എന്നോട് വീട് മേടിച്ചത് രാജു എന്ന പേരുള്ള ആളായിരുന്നില്ല. എന്നാലേ അവൻ വേറെ ആളെ വെച്ച് കളിച്ച കളിയാ ഇതൊക്കെ. എൻ്റെ ശരീരം ആസകലം വിറയ്ക്കുക. പെട്ടല്ലോ, ആ രാധമ്മയുടെ കൈയാണെങ്കിൽ വള്ളക്കാരുടെ പങ്കായം പിടിക്കുന്ന കൈ പോലത്തെ കയ്യാ. എൻ്റെ ചെവിക്കകത്ത് ഇപ്പം ട്രെയിനിൻ്റെ അലർച്ചയാ. നന്ദന് പറയാം, പ്രിയയുടെ കൈ ഒട്ടും മോശമൊന്നും അല്ല. ഇവളൊക്കെ പോലീസായ പ്രതികളുടെ കഷ്ടകാലമാ. ഇനി എന്താടി ചെയ്യാൻ പോകുന്നത്? ഈ ശല്യങ്ങളൊക്കെ എവിടെങ്കിലും പോയി തൊലഞ്ഞെന്ന് വിചാരിച്ച് ആശ്വസിച്ചിരിക്കുമ്പോൾ എല്ലാം കൂടി ഇപ്പം നമ്മുടെ വീട്ടിൽ വല്ലാത്തൊരു കൊലച്ചതിയായിപ്പോയല്ലോ ദൈവമേ നീ ഞങ്ങളോട് ചെയ്തത്. അംബികയ്ക്കപ്പം ഇനിയും കിട്ടാനുണ്ടെന്ന് അർത്ഥം. ദൈവം ഇവളെ വെറുതെ വിടില്ല. അപ്പം മരുമകൾ പറയാ, അമ്മേ, ദൈവം നമുക്ക് പണി തരുവാണെന്നാ തോന്നുന്നത്. അതൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇതൊരു വലിയ ആപത്ത് തന്നെയാ. ആ രാജു പറഞ്ഞത് കേട്ടില്ലേ, നമ്മളോടുള്ള പകയ്ക്കും പ്രതികാരത്തിന് വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നതെന്ന്. അതിലെന്താ ഇനി സംശയം? അവനെയും അവൻ്റെ കുടുംബത്തെയും നമ്മൾ പുകച്ച് പുറത്തു ചാടിച്ചതല്ലേ? അതിനെന്താ, നാറ്റിക്കാവുന്നതിനപ്പുറം നാറ്റിച്ചിട്ടല്ലേ അവനെയും അവൻ്റെ കുടുംബത്തെയും നമ്മൾ ഈ നാട്ടിൽ നിന്ന് വിട്ടത്? അവൻ നമ്മളോട് പകരം വീട്ടുമായിരിക്കും അല്ലേ? ശരിയമ്മേ, അവൻ പകരം വീട്ടുവമ്മേ. അവൻ്റെ കണ്ണുകളിൽ കത്തുന്നത് പകയാ, അത് ഞാൻ കണ്ടതാ. അതുകൊണ്ട് ഇനി കരുതിയിരിക്കണം. വേണ്ടേ, നമ്മൾ ഒറ്റക്കെട്ടായിട്ടിരിക്കണം. ശരിയമ്മേ, അതെനിക്കിപ്പോൾ മനസ്സിലായി. അവൻ അത്ര നിസാരക്കാരനല്ല. കാരണമേ, ഈ കുറഞ്ഞ ഒരു കാലയളവിനുള്ളിൽ അവൻ അധ്വാനിച്ചൊരു കോടീശ്വരനായില്ലേ? ആ കൊള്ളരുതാത്തവൾ അംബിക പറയും, അത് അധ്വാനിച്ചുണ്ടാക്കിയ കാശൊന്നും അല്ല, ഏതോ അന്യരാജ്യക്കാരനെ തല്ലിക്കൊന്ന് തട്ടിയെടുത്ത കാശായിരിക്കും അത്. അത് അംബികയുടെ തൊഴിലാണല്ലോ. മഞ്ഞക്കണ്ണാടിയിൽ കൂടെ നോക്കുന്നതെല്ലാം മഞ്ഞിച്ചല്ലായിരിക്കും. അംബികയെ നിന്റെ തൊഴിൽ ഒരിക്കലും മാറില്ല. അതെന്തു ആയിക്കോട്ടമ്മേ, അവനൊരു സമ്പന്നനായില്ലേ? നമ്മളിനി സൂക്ഷിച്ചേ പറ്റൂ. അതാ ഞാൻ പറഞ്ഞത്, നമ്മളിനി കൂനമ്പാന പോലെ നിൽക്കരുതെന്ന്. ഒരുമിച്ച് ഒരേ മനസ്സോടെ നിൽക്കണം. പക്ഷെ അമ്മേ, എനിക്കൊരു ഡൗട്ട്. എന്ത് ഡൗട്ട്? അവൻ ഇവിടെ വന്ന് ഈ വീട് തന്നെ വാങ്ങിച്ച് ഇവിടെ താമസിക്കണമെങ്കിൽ ഇതിനകത്ത് മറ്റൊരു ഉദ്ദേശം കൂടി കാണില്ലേ? നമ്മളെ എല്ലാവരെയും നശിപ്പിക്കണമെന്നല്ലാതെ അവന് മറ്റെന്ത് ഉദ്ദേശമുള്ളത്? അവന് ഋതികയെ മറക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ വന്ന് താമസിക്കുന്നതാണെങ്കിലോ? അംബിക നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാ, ദൈവമേ, ഇനി അങ്ങനെ വല്ലതും ആകുവോ? ഇനി അവർ തമ്മിൽ വീണ്ടും ഒന്നിക്കുവോ? എടി മഹാഭാവി, ഇത്രയൊക്കെ ആയല്ലോടി കിടക്കാടവും പോയി പെരുവഴിയിലായിട്ടും എൻ്റെ അഹങ്കാരത്തിനും ക്രൂരതയ്ക്കും ഒരു കുറവുമില്ലല്ലോടി. അങ്ങനെയാണെങ്കിൽ അതിനുള്ള അവസരമൊന്നും നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കരുത്. ഒതുക്കണം, നമ്മൾ ഒരുമിച്ച് നിന്ന് നേരിടണം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം വന്ന് ബംഗ്ലാവിൽ താമസിക്കട്ടെ. നന്ദന അതങ്ങ് ദേവസ്വത്തിൽ ചെന്ന് പറഞ്ഞാൽ മതി. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. അനന്തം പിള്ളയുടെ മോളോടാ കളി.
അംബിക തനിക്കോണം വെളിയിലെടുത്ത്, എടി നിന്നെ ഒരാളെ വിശ്വസിച്ചതാണ് എനിക്ക് പറ്റിയ തെറ്റ്. സത്യം പറഞ്ഞ രാജുവും ഹൃദയം ഒന്നും അല്ല എൻ്റെ ശത്രു, നീ അടി, നീ മാത്രം. അതെ, അതിനെന്താ? നിങ്ങൾ എന്നെ മിത്രമായിട്ട് കാണണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്ത് ചെയ്യാനടി, എൻ്റെ മകൻ നിന്റെ കയ്യിലായി പോയില്ലേ? ക്ഷമിക്കാതല്ലാതെ വേറെ തരവില്ലല്ലോ. ദേണ്ടേ, നിങ്ങളുടെ മകനെ ഞാൻ പിടിച്ചു വെച്ചിട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങ് തിരിച്ചെടുത്തോ, ഞാൻ തടയില്ല. അല്ലെങ്കിലും ആ ചളുക്കിനെ ആർക്ക് വേണം? എടി, എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. രാജുവാണ് വീട് വിലയ്ക്ക് വാങ്ങിയെന്നുള്ള സത്യം പ്രതാപനും ഹൃതികയും മറ്റുള്ളവരാരും അറിയരുത്. അറിഞ്ഞാലേ നമുക്കെല്ലാവർക്കും ഒരേപോലെ ആപത്ത. പിന്നെ വെളിനാട്ടിൽ കിടന്ന് ഇത്രയൊക്കെ ഒപ്പിക്കാമെങ്കിൽ രാജുവിനാണോ പ്രതാപനെയും ഹൃതികയും ഇത് അറിയിക്കാൻ ബുദ്ധിമുട്ട്? ഈ സമയം ഇതൊന്നും അറിയാതെ ഹൃതികയും യാമിനി ആ ഔട്ട് ഹൗസൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുവാണ്. എല്ലാം നഷ്ടപ്പെട്ട് ഏതാണ്ട് കളഞ്ഞ അണ്ണാനെ പോലിരിക്കുന്ന പ്രതാപൻ്റെ അടുത്ത് ശേഖരൻ പറയാം, ചേട്ടാ ഇവിടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഞങ്ങളുടെ കാര്യം പോട്ടെ, ചേട്ടൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് സങ്കടം. നമുക്ക് തറവാട്ട് വീട്ടിലോട്ട് താമസം മാറുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ചാലോ? ശേഖര, എൻ്റെ കാര്യം ഓർത്ത് ആരും സങ്കടപ്പെടണ്ട. എനിക്ക് വലിയ വീട്ടിൽ കിടന്നാലേ ഉറക്കം വരുമെന്നൊന്നും നിർബന്ധമില്ല. എനിക്കെല്ലാം ശീലവാ. കഷ്ടപ്പാടുകളൊക്കെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. ബിസിനസ്സിലായാലും രാഷ്ട്രീയ ജീവിതത്തിലായാലും എനിക്ക് എൻ്റെ കാര്യം ഓർത്തല്ല സങ്കടം, നിങ്ങളുടെയൊക്കെ കാര്യം ഓർത്തിട്ടാ ശേഖര. എനിക്കിതൊക്കെ തന്നെ ധാരാളം. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യാമിനിയും കൂട്ടിയിട്ട് തറവാട്ട് വീട്ടിലോട്ട് മാറും. അതെന്താ ചേട്ടാ അങ്ങനെ പറഞ്ഞത്? ചേട്ടനെയും മോളെയും വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോവില്ല. ഒരാൾക്ക് നല്ല കാലം വരുമ്പോഴല്ല കൂടെ നിൽക്കേണ്ടത്, ആപത്ത് വരുമ്പോഴാണ് കൂടെ നിൽക്കേണ്ടത്. അതാണ് യഥാർത്ഥ മനുഷ്യൻ. എനിക്കറിയാം ശേഖര, നിനക്ക് എന്നോടുള്ള സ്നേഹവും വിശ്വാസവും എല്ലാം എനിക്കറിയാം. ഇരുട്ടും വെളിച്ചമൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ വരുമല്ലോ. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ. നമ്മുടെ വീട് വാങ്ങിയവരോട് ഞാനൊന്ന് സംസാരിച്ച് നോക്കാം. അവർക്ക് സമ്മതമാണെങ്കിൽ, സൗകര്യങ്ങൾ കുറവാണെങ്കിലും നമുക്ക് ഇവിടെ തന്നെ തുടരാം. നാട്ടിലേക്ക് പോയാൽ ശരിയാവില്ല. എനിക്കെതിരെയുള്ള ആരോപണങ്ങളും എന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതുമൊക്കെ നാട്ടിൽ പാട്ടാ. അവർക്കാർക്കും സത്യം അറിയില്ലല്ലോ. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയൊക്കെ നോട്ടങ്ങൾ, കുത്തുവാക്കുകളും ഒക്കെ മനസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. അപ്പോഴുള്ള ധൈര്യം കൂടി ഇല്ലാതാക്കും. അല്ലെങ്കിൽ തന്നെ മഹാദേവർമ്മ സാറിന്റെ സ്വത്തുക്കൾ മുഴുവൻ നശിപ്പിച്ച മുടിയനായ പുത്രൻ എന്നൊരു പഴയ പേരെനിക്ക് നാട്ടിലുണ്ട്. ആ അമ്പികക്കള്ളി ബാഗും തൂക്കി അങ്ങോട്ട് വരുന്നുണ്ട്. പ്രതാപൻ ചോദിക്കുന്നു, ബാഗ് കിട്ടിയോ ചേച്ചി? ആ ഭാഗ്യത്തിന് കിട്ടിയടാ. ചേച്ചി പുതിയ വീട്ടുകാരെ പരിചയപ്പെട്ടോ? ഇടാ മോനെ, ഞാൻ ചെന്നപ്പോഴേ അവിടുത്തെ ജോലിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലക്ഷണം കണ്ടിട്ട് ഏതോ പുത്തൻ പണക്കാര്. അംബിക, നിന്റെ ചെവി എങ്ങനുണ്ട്? ഇപ്പോഴും ട്രെയിൻ പോകുന്നുണ്ടോ? എന്തോ ഉടായിപ്പൊക്കെ കാണിച്ച് കുറച്ച് പണം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ പട്ടിണിയും പരിവട്ടമായിട്ട് കിടന്നവർക്കൊക്കെ പെട്ടെന്ന് എങ്ങനെയാ പണം ഉണ്ടായത്? അഹങ്കാരിയായ അമ്പിയുടെ വായി അറിയാതങ്ങ് വീണുപോയി. ഉടനെ പ്രതാപൻ ചോദിക്കുക, അല്ല ചേച്ചിക്ക് അവരെ നേരത്തെ അറിയാമായിരുന്നോ? അയ്യോ, വായിന്നങ്ങ് വീണും പോയി. എന്തു പറയണമെന്നറിയാതെ അംബിക ഇങ്ങനെ ആ തുറന്ന വായി ഇങ്ങനെ അടയ്ക്കാതെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അംബിക ഇനി എന്തൊക്കെ കള്ളത്തരം പറഞ്ഞാലും ശേഖരൻ്റെയും പ്രതാപൻ്റെയും മനസ്സിൽ ഒരു ഡൗട്ട് പെട്ടുകഴിഞ്ഞു. ഇനി ശേഖരനോ പ്രതാപനോ ആരെങ്കിലും രാജുവിൻ്റെ ആ വീട്ടിലോട്ട് ചെല്ലും, അവരെയൊക്കെ കാണും. ഇനി അങ്ങനെ സത്യങ്ങളുടെ ചുരുളുകൾ ഓരോന്നായിട്ട് അഴിയും. നല്ലവനായ വേണുവേട്ടനും രാജുവിനും ഇവരോട് യാതൊരു പ്രതികാരമില്ല. രാജുവിന് ഹൃതികയോട് ഒരു പരിഭവമില്ല. അതുപോലെ തന്നെ രാജുവിനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഹൃതികയും അവർ തമ്മിൽ ദൈവം കൂട്ടിച്ചേർക്കുക തന്നെ ചെയ്യും. അംബികയും നന്ദനയും എന്തൊക്കെ കാണിച്ചാലും ദൈവത്തിൻ്റെ വിധി എന്താണോ അത് നടന്നിരിക്കും. ഇനി അതിനെക്കുറിച്ചുള്ള റിവ്യൂ നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.